നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിറ്റ് 3-ലെ നംഗേ പൈർ എന്ന നല്ലൊരു കഹാനി, ഒരു സ്റ്റോറിയാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഈ പാഠത്തിലെ നോട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇതിൻ്റെ സ്റ്റോറി, ഈ പാഠം ടെക്സ്റ്റ് ബുക്കിലുള്ളത് അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണ്. പാഠം മലയാളത്തിൽ നിന്ന് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതിനു മുന്നേ നമ്മളുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഡിസംബറിൽ ദീപ് ജലാവോ എന്ന പാഠത്തിൻ്റെ നോട്ട്സ് ഇട്ട വീഡിയോയിൽ കമൻറ്റ് ചെയ്തവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ആരാണെന്ന് നോക്കാം. ഇത്രയും പേരാണ് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റിന് ഒരുപാട് നന്ദി. കമൻറ്റ് അയച്ചവരിൽ നിന്നാണ് നമ്മൾ ഒരു ഭാഗ്യശാലീനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കമൻറ്റ് ചെയ്ത എല്ലാവരെയും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് വിന്നറെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ വിന്നറായിട്ട് വന്നിട്ടുള്ളത് അഞ്ജലി വിജയകുമാറാണ്. അഞ്ജലിക്ക് വിജയാശംസകൾ. അഞ്ജലിക്ക് സമ്മാനം തരുന്നതിന് വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അഞ്ജലി കമൻറ്റ് ചെയ്ത അതേ മെയിൽ IDയിൽ നിന്നും അഡ്രസ്സും ഫോൺ നമ്പറും ഞങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ ഒന്ന് വൈകാതെ തന്നെ ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. നംഗേ പയർ എന്ന് പറഞ്ഞാൽ നഗ്നമായ കാലുകൾ. നമുക്കിനി ഇതിൻ്റെ കഥയിലേക്ക് കടക്കാം. ദോപഹർ കാ സമൈദ, അതൊരു ഉച്ച സമയമായിരുന്നു. ബേബി അപ്പനെ പലങ്ക് പർ ബൈട്ടി ഖിഡ്കി സെ ബാഹർ ദേഖ് രഹി ഥി. ബേബി അവളുടെ പളങ്ക് എന്ന് പറഞ്ഞാൽ കട്ടിലിൽ ഇരുന്ന് ഖിഡ്കി സെ ബാഹർ ദേഖ് രഹി ഥി, ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബീച്ച് ഹാൾ മേ के रेडियो में 12:30 बजे के रिकॉर्ड बज रहे थे. നടുവിലെ മുറിയിലെ റേഡിയോയിൽ 12:30 ബജയ്ക്ക്, 12:30 എന്ന് പറഞ്ഞാൽ 12:30 സമയത്തെ റേഡിയോയിലുള്ള റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റേഡിയോയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ശാന്ത് മാഹോൽ മേ ഗീതോം കെ സൂർ ഗൂഞ്ച് രഹേദേ. ആ ശാന്തമായിട്ടുള്ള ആ അന്തരീക്ഷത്തിൽ പാട്ടിൻ്റെ സ്വരം മുഴങ്ങിക്കൊണ്ടിരുന്നു. സാമനെ കാ ബന്ദ് ഫാട്ടക് ഗോൽക്കർ പോസ്റ്റ്മാൻ ഭീത്തറായ. അപ്പോഴാണ് മുന്നിലുള്ള ഗേറ്റ് തുറന്നിട്ട് പോസ്റ്റ്മാൻ ഉള്ളിലേക്ക് വന്നത്. അഹാത്തേക്ക് ബജരി പർ ഉസ്കി ആഹട്ട് സുനായി തി. അഹാത്തെ എന്ന് പറഞ്ഞാൽ മുറ്റത്തെ, ബജരി ചരലിൻ്റെ മുറ്റത്തുള്ള ചരലിൽ അയാളുടെ ആഹട്ട് സുനായി തി, അയാളുടെ കാലൊച്ച കേൾക്കാമായിരുന്നു. പോസ്റ്റ്മാൻ കി ആവാസ് ഉസ്കെ കാനോമേ ആയി. പോസ്റ്റ്മാൻ്റെ ആ സൗണ്ട് അവളുടെ ചെവിട്ടിലും എത്തി. पर फर्श पर डाक के गिरने की आवाज़ सुनाई नहीं दी. പക്ഷേ നിലത്ത്, ഫർഷ് എന്ന് പറഞ്ഞാൽ ഫ്ലോറിലെ ഡാക്ക് ഗിർനേക്ക്, ഡാക്ക് പറഞ്ഞാൽ പോസ്റ്റ് വീഴുന്ന സൗണ്ടൊന്നും കേട്ടില്ല. ബേബി പീച്ചെ മുടി, ബേബി പിന്നിലേക്ക് തിരിഞ്ഞു. സംബൽക്കർ പളങ്ക് സെ ഉതരി, അവൾ കട്ടിലിൽ നിന്ന് കഷ്ടപ്പെട്ട് എഴുന്നേറ്റു. फिर बैसाखियों के सहारे एक कदम चलकर दरवाजे तक आई. എന്നിട്ട് ഊന്നുവടിയുടെ സഹായത്തോടെ, ബൈസാഖി എന്ന് പറഞ്ഞാൽ ഊന്നുവടിയുടെ സഹായത്തോടെ ഓരോ സ്റ്റെപ്പ് വെച്ച് വാതിലിൻ്റെ അവിടം വരെ എത്തി. ബന്ദ് ദർവാസ ഗോൽനേമേ ഉസേ ദോഡാ സമയലക. അടഞ്ഞ വാതിൽ തുറക്കാൻ അവൾക്ക് ഒരുപാട് സമയമെടുത്തു. ദർവാസെ സെ ബാഹർ ഔർ ഹോൾ കോ പാർക്കർ ആകെ ആനേമേ ദേർ ലഗി. അങ്ങനെ വാതിൽ തുറന്ന് ഹോളെല്ലാം കടന്ന് മുന്നോട്ട് വരാൻ ഒരുപാട് സമയമെടുത്തു. വഹ് ദർവാസെ പർ ബഹൂഞ്ചി, അങ്ങനെ അവൾ ഉമ്മർത്തെത്തി. വഹാ ഹാത്ത് മേ ഡാക്കിലിയെ പോസ്റ്റ്മാൻ ഗഡാദ, അവിടെ കയ്യിൽ കത്തുമായിട്ട് അവിടെ പോസ്റ്റ്മാൻ നിൽപ്പുണ്ടായിരുന്നു. ഗഡാദ നിൽക്കുന്നുണ്ടായിരുന്നു. ഫർഷ് പർ ഡാക്ക് ഫെങ്കിക്കർ അബി ഗയാ നഹീന്ദ, നിലത്ത് പോസ്റ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. സീഡിയോം കെ ഊപ്പർ ഹോക്കർ ഉസ്നെ ഹാത്ത് ബഡായ, സ്റ്റെപ്പിൽ നിന്ന് അവൾ കൈ നീട്ടി കാണിച്ചു. ഉസ്നെ ധ്യാൻ ദിയാക്കി ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി ഹെ, അവൾക്ക് മനസ്സിലായി ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയ ആളാണ്, വേറൊരാളാണ്. സദാക്ക വഹ് ദാടി വാല പോസ്റ്റ്മാൻ നെഹി, എപ്പോഴും വരാറുള്ള താടിക്കാരനായിട്ടുള്ള പോസ്റ്റ്മാൻ അല്ല. ബച്ചോം കെ സെ ചെഹരെ വാല യഹ് നയാ പോസ്റ്റ്മാൻ ഹെ, കുട്ടികളുടെ പോലെ മുഖമുള്ള ഒരു പുതിയ പോസ്റ്റ്മാൻ ആണ് ഇയാൾ. ഉസ്നെ ഏക് നസർ ബേബി കെ പൈറോം കി ഔർ ദേക്ക, അയാളും ഒരു നോട്ടം ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. ഉസേ ഷായത് ദക്കാസ ലഗ, ചിലപ്പോൾ അയാൾക്ക്
എന്താണ് ധക്ക സ ലഗ, ഒരു ഷോക്ക്, അയാളൊന്ന് സ്തംഭിതനായിട്ടുണ്ടാവും. ഉസ്നെ ഡാക്ക് ബേബിക്ക് ഹാത്ത് മേ ദേദി, അയാൾ കത്ത് ബേബിയുടെ കയ്യിൽ കൊടുത്തു. ബൂഡെ പോസ്റ്റ്മാൻ കി തരഹ് ഇസ് പോസ്റ്റ്മാനെ, എന്താണ് പഴയ പോസ്റ്റ്മാനെ പോലെ ഈ പോസ്റ്റ്മാൻ അവളോട് കോയി ബാത്ത് നാക്കി, ഒന്നും തന്നെ സംസാരിച്ചില്ല. മാം കെ ഹാത്തുമേ ഡാക്ക് ദേക്കർ ബേബി പീച്ചെ കി ഓർ മുടി, അങ്ങനെ അവള് അമ്മയുടെ കയ്യിൽ കത്ത് കൊടുത്തിട്ട് തിരിഞ്ഞു നടന്നു. അവർ ബഡി കുർസി പർ ബൈഠ് കർ ബോലി, എന്നിട്ട് വലിയ കസാരയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, മാം ആജ് കാ പോസ്റ്റ്മാൻ നയാദ, ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയ ആളാണ്. അപ്പോൾ അമ്മ പറയാണ്, തോ ഇസ്മേ ആശ്ചര്യക്ക് കോൺസി ബാത്ത് ഹേ, അതിലിപ്പോൾ എന്താ ആശ്ചര്യപ്പെടാനുള്ളത്, ബദൽ ഗയാ ഹോഗ, മാറിയിട്ടുണ്ടാവും. ബേബിക്ക് മാംനെ ബാൽ മിത്ര കാ നയ അങ്ക് ബേബിക്ക് അഞ്ചൽ മേ രഖ, ബേബിയുടെ അമ്മ ബാലമിത്രത്തിൻ്റെ, അതൊരു വാരികയാണ്, അതിൻ്റെ പുതിയ പതിപ്പ് അവളുടെ ഡ്രസ്സിൻ്റെ ബോർഡറിൽ വെച്ച് കൊടുത്തു. ഫിർ റേഡിയോ ബന്ദ് കർക്കെ വഹ് അപ്പനെ കമരമേ ചലി ഗയി, എന്നിട്ട് റേഡിയോ ഓഫ് ചെയ്തിട്ട് റൂമിലേക്ക് പോയി. ഇനി ഇതിൽ പറയുന്നത് ബേബിയുടെ അവസ്ഥയാണ് കേട്ടോ, വീട്ടിലെ അവസ്ഥ. ദോപ്പഹർമേ ബേബിക്കോ ഹമേശ അകേലാപ്പൻ ലഗ്ത, ഉച്ച സമയത്ത് ബേബിക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടലായിരുന്നു. അകേലാപ്പൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ. വഹ് കിസ്കെ സാത്ത് ബാത്ത് കരെ, അവൾ ആരോടാണ് സംസാരിക്കുക. കിസ്കെ സാത്ത് ഹസെ, ആരോടാണ് ചിരിക്കുക. യഹ് പ്രശ്ന സദാഹി ബനാ രഹത, ഈ ചോദ്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ബേബിക്ക് വികലാംഗയാണ് അല്ലേ, കാലില്ല, അതുകൊണ്ട് അവൾക്ക് പുറത്ത് സ്കൂളിലോ ഒന്നും നമ്മളെപ്പോലെ പുറത്തൊന്നും പോകാൻ പറ്റില്ല, ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ കുട്ടിക്കൊരു ഒറ്റപ്പെടലാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഉച്ച സമയത്താണെങ്കിൽ അല്ലെങ്കിൽ അമ്മയുണ്ടാകും, ഉച്ച സമയത്ത് അമ്മ അവിടെ ബിസിയാണ്, അങ്ങനെ അപ്പോൾ ആ സമയത്ത് അവൾക്ക് ആരും തന്നെ സംസാരിക്കാൻ പോലും ആരുമില്ല. അപ്പോൾ ആ സമയത്താണ് ഐസേ ഹി സമയമേ വഹ് ബൂഡ പോസ്റ്റ്മാൻ ആ ജായ കർത്ത, ആ ഒരു സമയത്താണ് നമ്മുടെ പോസ്റ്റ്മാൻ വരാറ്. വഹ് അമേശാ ഹി ജൽദി മേ രഹത്ത, അയാളാണെങ്കിൽ ഭയങ്കര തിടുക്കക്കാരനായിരുന്നു. ഫിർ ബി കബി കബി ഗിഡ്കി തക്ക് ജാക്കർ ഡാക്ക് ദേത്ത, എന്നാലും അയാൾ ജനല വരെ വന്നിട്ട് കത്ത് തരുമായിരുന്നു. കോയി ന കോയി പരിചിത് ആയാ ദേക്കർ ബേബിക്കു അച്ഛ ലഗത്ത, അങ്ങനെ ആരെങ്കിലുമൊക്കെ പരിചയമുള്ളവർ വരികയാണെങ്കിൽ ബേബിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഇസ്കെ ബാദ് തീസരെ ദിൻ ഫിർ പോസ്റ്റ്മാൻ കി ആവാസ് ആയി, അതിനുശേഷം മൂന്നാമതും പോസ്റ്റ്മാൻ്റെ സൗണ്ട് വന്നു. ഡാക്ക് ഗിർണിക്ക് ആവാസ് നെഹി സുനായി ദി, കത്ത് നിലത്ത് വീഴുന്ന സൗണ്ട് കേട്ടില്ല. ചൽത്തി ഹുയി ബേബി അഹാത്തേമേ ആയി, അങ്ങനെ നടന്നുകൊണ്ട് ബേബി ഉമ്മറത്തെത്തി. പോസ്റ്റ്മാൻ അബി ഗഡാദ, പോസ്റ്റ്മാൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ബേബിക്ക് ഔർ ദേക്ക് കർ വഹ് മുസ്കരായ, ബേബിയെ നോക്കിയിട്ട് അയാളൊന്ന് പുഞ്ചിരിച്ചു. ബേബി ബി ഹസി, ബേബിയും ചിരിച്ചു. ഡാക്ക് ലേക്കർ ബേബീനെ പൂച്ച, കത്ത് വാങ്ങിയിട്ട് അവൾ പറഞ്ഞു, ക്യാ തും നയേ പോസ്റ്റ്മാൻ ഹോ, നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ. ജി ഹാം, അതെ. ഡാക്ക് ഫെങ്ക് കർ തും ചലേ ജായ കരോ, മുझे ആനെ മേ ദേർ ലഗ്തി ഹെ, നിങ്ങൾ കത്ത് ഇവിടെ എറിഞ്ഞിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വരാൻ ലേറ്റ് ആവും. പോസ്റ്റ്മാനെ ബേബിക്ക് പൈറോം കി ഔർ ദേക്ക, പോസ്റ്റ്മാൻ അവളുടെ കാലുകളിലേക്ക് നോക്കി. ഔർ ദേർ തക്ക് മൗന രഹ, എന്നിട്ട് കുറേ നേരം മൗനനായിട്ട് നിന്നു. ഇസ് ലഡ്കിക്കോ ഭഗവാനെ, എന്നിട്ട് അയാൾ ചിന്തിക്കുകയാണ്, ക്യോം നഹീദിയെ, ഈ പെൺകുട്ടിക്ക് ഭഗവാൻ എന്തുകൊണ്ടാണ് കാല് കൊടുക്കാതിരുന്നത്. ഐസാ ഷായദ് ഉസേ ലഗാ ഹോക, ചിലപ്പോൾ ഇതാവും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക. വഹ് കുച്ച് ബോലാ നഹി, അയാളൊന്നും തന്നെ പറഞ്ഞില്ല. പർ ഉസ്കി ആങ്കോം സെ കുച്ച് യഹി ഭാവ് ജൽക്ക, പക്ഷേ അയാളുടെ കണ്ണുകളിൽ ആ ഒരു ഭാവം, ആ ഒരു ദയനീയ ഭാവം ഉണ്ടായിരുന്നു. ഉസ്നെ ബഹുത്ത് ഹി കോമൾ തഥാ ദബി ആവാസ് മേ കഹ, അയാൾ വളരെ കോമളമായ നല്ല പതിഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു, ലഗിനോ അതോ ബഹിൻ, സമയമെടുത്തോട്ടെ സഹോദരി. പോസ്റ്റ്മാൻ കാ കാം ജിസ് തിസ്കി ഠാക്ക് കോ ജിസ് തിസ്കെ ഹാത്തുമേ സൗമ്പനെ കാഹേ അഹാത്തേമേ ഫേങ്കിനാക്കേ നഹി, ഒരു പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുന്നത് ആർക്കാണോ, ഏതു മേൽവിലാസക്കാരനാണോ കത്ത് കൊടുക്കേണ്ടത് അയാളുടെ കയ്യിൽ കത്ത് കൊടുക്കുക എന്നതാണ്, അതല്ലാണ്ട് മുറ്റത്ത് വലിച്ചെറിയുക എന്നതല്ല. അടുത്തത് വഹ് ബോൽ രഹാദ, അങ്ങനെ അയാൾ പറഞ്ഞു. തബ് ബേബീനെ ഉസ്കെ പൈറോം കി ഔർ ദേക്ക, അപ്പോൾ ബേബി അയാളുടെ കാലുകളിലേക്ക് നോക്കി.
കിത്തനെ മസ്ബൂത്ത് ഔർ ഗോൾ ഗോൾ. ഇനി അയാളുടെ കാലുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ ബലമുള്ളതും ഭയങ്കര ഉരുണ്ടതുമായിരുന്നു. ഈ പോസ്റ്റ്മാൻ കെ പയർ കിത്തനെ അച്ചേതേ. ഈ പോസ്റ്റ്മാൻ്റെ കാലുകൾ എത്ര മനോഹരമാണ്. അചാനക് ബേബി കെ ധ്യാൻ മേ ആയാ കി യേ അച്ചേ പയർ നംഗേ ഹേ. പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. ഈ നഗ്നമായ ഈ ഭംഗിയുള്ള കാലുകൾ നംഗേ ഹേ നഗ്നമാണ്. ഇസ്നെ പൈറോമേ കുഷ് പഹന ക്യോം നഹി. എന്താവും ഇയാൾ കാലിൽ ഒന്നും ധരിക്കാത്തത്. പോസ്റ്റ്മാൻ ലൗട്ട് ഗയ. അങ്ങനെ പോസ്റ്റ്മാൻ തിരിച്ചുപോയി. സുന്ദർ പഗ് ദർത്തെ ഹുയെ ചലാ ഗയ. ആ സുന്ദരമായ കാലടി അടയാളം ഭൂമിയിൽ പതിഞ്ഞുകൊണ്ട് അയാൾ നടന്നുപോയി. ബേബിനെ സോച്ചാക്കി കഥാചിത് ഉസ്കെ ജൂത്തെ ഫട്ട് ഗയേ ഹോഗെ. ബേബിക്ക് തോന്നി ചിലപ്പോൾ അയാളുടെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടാവും. വേ മർമ്മത്ത് ഹോക്കർ ആത്തേ ഹോഗെ. ചിലപ്പോൾ റിപ്പയറിന് കൊടുത്തിട്ട് വന്നതാവും. ദോടി ദേർക്കെ ലിയെ ഹി സഹി. അങ്ങനെ കുറച്ചു നേരം അത് തന്നെ അവൾ ആലോചിച്ചു. ഇസ് തർക്ക് സെ ബേബിക്കു അച്ചാ ലഗ. ഈ ഒരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. ടാക്ക് ലേക്കർ വഹ് കുർസി പർ ബൈഠ് ഗയി. അങ്ങനെ കത്തും പിടിച്ച് അവൾ കസാരയിലേക്ക് ഇരുന്നു. പോസ്റ്റ്മാൻ കെ നംഗേ പയർ ഉസ്കെ മൻ മേ ധീരെ ധീരെ ചലേ ഗയി. പോസ്റ്റ്മാൻ്റെ നഗ്നമായ കാലുകൾ അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ജാഡ ഗയ ഔർ ഗർമി ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ തണുപ്പുകാലം മാറി ചൂടുകാലം വന്നു. ജാഡ എന്ന് പറഞ്ഞാൽ തണുപ്പുകാലം, ജാഡ ഗയ പറഞ്ഞ തണുപ്പുകാലം പോയി, ഗർമി ആയി ചൂടുകാലം, വേനൽക്കാലം വന്നു. ധൂപ്പ് കുച്ച് തേസ് പടിനെ ലഗീതി. ചൂടാണെങ്കിൽ വളരെ തീവ്രമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. തേസ് എന്ന് പറഞ്ഞാൽ ശക്തമാവുക. കോൾത്താർ കി സടക്ക് തപ്പിനെ ലഗീതി. ടാറിട്ട റോഡ് ജ്വലിക്കാൻ തുടങ്ങി. പർ പോസ്റ്റ്മാൻ ആത്ത. എന്നാലും പോസ്റ്റ്മാൻ വന്നു. ഉസ്കെ സാത്ത് ചാത്ത നഹി. പോസ്റ്റ്മാൻ്റെ കയ്യിൽ കുടയില്ല. സൈക്കിൾ നഹി. സൈക്കിളുമില്ല. ഔർ ജൂത്താ ബി നഹീന്ത. കാലിൽ ചെരുപ്പുമില്ല. ധൂപ്പ് സെ ഉസ്ക ചെഹര ലാൽ പീല ഹോത്ത. വെയിലുകൊണ്ട് അയാളുടെ മുഖം വിളറി ചുവന്നിരുന്നു. പസീനെ സെ ഉസ്കി കമീസ് പീഠ് സെ ചിപ്കി രഹത്തി. വിയർപ്പ് കൊണ്ട് അയാളുടെ ഷർട്ട് പുറത്ത് ഒട്ടിപ്പിടിച്ചു. സൂക്കെ അധരോം പർ വഹ് ജബാൻ ഫിറാക്കർ ലജീലി ഹസി ഹസ്ത ഔർ ഡാക്ക് ദേക്കർ ലൗട്ട് ജാത്ത. ആ ഉണങ്ങിയ ചുണ്ടുകൾ അയാൾ നാവ് കൊണ്ട് നനച്ചുകൊണ്ട് ലജീലി ഹസി ഹസ്ത, ഒരു ലജ്ജയോടെ ഒന്ന് ചിരിച്ചു. ഔർ ഡാക്ക് ദേക്കർ ലൗട്ട് ജാത്ത. എന്നിട്ട് കത്ത് കൊടുത്തിട്ട് തിരിച്ചുപോയി. ധൂപ് സെ ജൽത്തെ നംഗേ പർ ഘൂംതാ രഹ. ആ ജ്വലിക്കുന്ന വെയിലിൽ ആ നഗ്നമായ കാലുകൾ നടന്നു നീങ്ങി. ഉസ്നെ മാം സെ പൂച്ച. അവൾ അമ്മയോട് ചോദിച്ചു. മാം, വഹ് പോസ്റ്റ്മാൻ നംഗേ പർ ഹി ക്യോം ഘൂംതാ ഹേ. എന്താണ് ആ പോസ്റ്റ്മാൻ നഗ്നമായ കാലുകൊണ്ട് നടക്കുന്നത്? ചെരുപ്പിടാതെ എന്താണ് നടക്കുന്നത്? മാം നെ കഹ. അപ്പം അമ്മ പറഞ്ഞു, ചൈൻ സെ കോയി നംഗേ പർ ഘൂമേഗ ബേട്ടി. ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെരുപ്പിടാണ്ട് നടക്കുമോ കുട്ടി? പയർമേൻ ഡാലിനെ കേലിയെ ഉസെ മിൽത്താ നാ ഹോഗ. ചിലപ്പോൾ കാലിൽ ഇടാൻ വേണ്ടിയിട്ട് ചെരുപ്പൊന്നും കിട്ടിക്കാണില്ല. ബേബീനെ മൻ ഹി മൻ നിശ്ചയ കിയാക്കി വഹ് ഉസ് പോസ്റ്റ്മാൻ കോ നംഗേ പർ ചലനെ നഹി ദേഖി. ബേബി അവളുടെ മനസ്സിലൊരു നിശ്ചയം എടുത്തു, ഒരു കാര്യം തീരുമാനിച്ചു. ഈ പോസ്റ്റ്മാനെ ഇനി ഇങ്ങനെ ചെരുപ്പിടാണ്ട് നടത്തില്ല എന്ന്. യഹ് തൈ കർത്തേ ഹി ഉസെ സുഖദ് അനുഭൂതി ഹുയി. അങ്ങനെ ഒരു തീരുമാനം തോന്നിയപ്പോൾ തന്നെ അവൾക്ക് നല്ല ഒരു ഫീൽ അവൾക്ക് തോന്നി. എന്തുകൊണ്ടായിരിക്കും അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫീൽ ഇത്രയും അങ്ങനെ തോന്നാൻ കാരണം? അതായത് കാലില്ലാത്ത അവൾക്ക് ഇങ്ങനെ മറ്റൊരാൾ ആ ചെരുപ്പ് പോലും ഇടാണ്ട്, കാലുണ്ടായിട്ട് പോലും ആ കാലിനെ സംരക്ഷണം നൽകാണ്ട് അത്രയും വെയിലത്ത് നടക്കുന്നത് അവൾക്ക് അത്രയും വിഷമമായി കാണും. കാരണം അവൾക്ക് കാലില്ല, ചെരുപ്പിട്ട് നടക്കാൻ അവൾക്ക് കാലില്ല. അവൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ചെരുപ്പിൻ്റെ ആവശ്യം തന്നെ അവൾക്ക് വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള അവൾ എന്തായാലും ആ പോസ്റ്റ്മാൻ്റെ കാലുകൾ ശ്രദ്ധിച്ചു കാണും. അതുപോലെ ചെരുപ്പിടാതെ ആ കാലുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും. ഇത്രയും നല്ല കാലുകൾ നാശാവുന്നതിൽ അവൾക്ക് വളരെയധികം വിഷമം തോന്നിക്കാണും. ഹമേശ ആനേവാല മോച്ചി ജബ് ഘർ ആയ. അങ്ങനെ എപ്പോഴും വരാറുള്ള മോച്ചി ചെരുപ്പ് കുത്തി അവിടേക്ക് വന്നു. തബ് ബേബീനെ ഉസെ പാസ് ബുലായ. ബേബി അയാളെ അടുത്ത് വിളിച്ചു. 5 രൂപയ ഉസ്കെ ഹാത്തുമേ ദേക്കർ ധീമി ആവാസ് മേ കഹ. 5 രൂപ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പതുക്കെ പറഞ്ഞു,
മുझെ ഇസ്കെ ജൂത്തെ ബനാദോ, എനിക്ക് ഇതുകൊണ്ട് ഒരു ചെരുപ്പ് ഉണ്ടാക്കി തരൂ. ഹരീബാനെ സിർ ഹിലാക്കർ കഹ, ഹരീബ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ബനാദൂഗ ബഹിൻ, ഉണ്ടാക്കി തരാലോ. നാപ്പുലേലും, എന്നാൽ ഞാൻ അളവെടുക്കട്ടെ. വഹു ബോലി, അയാൾ പറഞ്ഞു. അരേ മേരെ പയർക്കാ നഹീം, അയ്യോ എൻ്റെ കാലിനല്ല. ഫിർ കിസ്കെ ലിയെ, പിന്നാർക്ക് വേണ്ടിയാ? ഹരീബാനെ പൂച്ച, ഹരീബ ചോദിച്ചു. അപ്പം നമ്മുടെ മോച്ചിയുടെ പേരാണ് ഹരീബ. നമ്മുടെ നായികയുടെ പേര് ബേബി അല്ലേ, നമ്മുടെ ആ പെൺകുട്ടിയുടെ പേര് ബേബി എന്നാണ്. പിന്നെ പോസ്റ്റ്മാൻ്റെ പേര് ഇതിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ മോച്ചിയുടെ പേരും നമ്മുടെ പെൺകുട്ടിയുടെ പേരുമാണ് പറയുന്നത്. ഈസ് പ്രശ്നക്കോ സുൻകർ ബേബി ഏക്ക് ഉൽജൻ മേ പട് ഗയി. അപ്പോൾ ഈ ചോദ്യം കേട്ടപ്പോൾ അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. ഉസ്കോ ലഗാ കി മാനോ അബ് സാരാ ഖേൽ ബിഗഡനെ ജാ രഹാ താ. അവൾക്ക് തോന്നി എല്ലാ ശ്രമവും ഇപ്പോൾ പാഴായി പോകുമോ എന്ന് തോന്നി. കാരണം ഇത് പോസ്റ്റ്മാന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് അമ്മ അറിയും, അത് പ്രശ്നമാവും. അപ്പോൾ അവളിതൊരു ആരും അറിയാണ്ടെയാണ് അവളിത് ചെയ്യാൻ പോകുന്നത്. അന്തുമേ പ്രതീക്ഷ കർത്തേ ഹുയെ മോച്ചി സെ ഉസ്നെ കഹ. അങ്ങനെ ലാസ്റ്റ് അവൾ ആലോചിച്ചുകൊണ്ട് മോച്ചിയോട് പറഞ്ഞു. ദോ ദിൻ കെ ബാദ് ആവോ, 2 ദിവസത്തിന് ശേഷം വരൂ. ഹരീബ മേ മാപ്പ് തൂങ്ങി, ഞാൻ അളവ് തരാം. ദൂസരേ ദിൻ പോസ്റ്റ്മാൻ ആയ. അങ്ങനെ 2ാമത്തെ ദിവസം പോസ്റ്റ്മാൻ വന്നു. ദോടി ദേർ തക്ക് ഏക്ക് കർ ഡാക്ക് ദേക്കർ ചലാകയ. അങ്ങനെ പതുക്കെ പതുക്കെ കത്ത് കൊടുത്തിട്ട് പോയി. ഡാക്കു കോ കുർസി പർ രഖ് കർ ബേബി അഹാത്തേക്ക് കിനാരെ ആയി. കത്ത് കസാരയിൽ വെച്ചിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. അവർ സീഡിയോം സെ നീച്ചെ ഉതർ ഗയി. സ്റ്റെപ്പൊക്കെ അവൾ സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറങ്ങി. ഫിർ ഫ്രോക്ക് കി ജേബ് സെ പർക്കാർ നിക്കാൽ കർ ജാനെ വാലെ പോസ്റ്റ്മാൻ കെ പൈറോം കെ നിഷാൻ കാ നാപ്പ് ചോക്ക് കിയ. അവൾ എന്ത് ചെയ്തു? അവളെ പോക്കറ്റിൽ നിന്ന് ടാപ്പ് എടുത്ത്, സ്കെയിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ടാപ്പ് എടുത്തിട്ട് നടന്നു പോയ പോസ്റ്റ്മാൻ്റെ കാലിൻ്റെ അടയാളം, നിഷാൻ എന്ന് പറഞ്ഞ അടയാളം, നാപ്പ് ജോക്ക് കിയ അളന്നെടുത്തു. പൈറോം കി ഗോലായി ആദി കാ ടീക്ക് ടീക്ക് മാപ്പ്. അവൾ ആ കാലിൻ്റെ ആ ആകൃതിയൊക്കെ നല്ല കറക്റ്റായിട്ട് അളന്നെടുത്തു. മാപ്പ് ലേക്കർ വഹ് ഫിർ കമരേമേ ആകയെ. എന്നിട്ട് റൂമിലേക്ക് തിരിച്ചു വന്നു. ഹരീബ മോച്ചിക്കോ കാമില. ഹരീബ മോച്ചിക്ക് പണി കൊടുത്തു. ഉസ്നെ ഹിസാബ് സെ ജൂത്തെ തയ്യാർ കിയെ ഔർ ബേബിക്കോ ലാക്കർ ദേ ദിയെ. പെട്ടെന്ന് തന്നെ ചെരുപ്പുണ്ടാക്കി അവൾ ബേബിക്ക് ചെരുപ്പ് കൊണ്ടുകൊടുത്തു ഹരീബ. തബ് ഹോളി കാ ത്യോഹാർ മനായ ജാ ചുക്കാത. അപ്പോൾ ഹോളി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ദോപഹർ കോ പോസ്റ്റ്മാൻ കബ് ആയേഗ ഇസ്കി പ്രതീക്ഷ കർത്തി ഹുയി ബേബി ബഡ് ഗയി. ഉച്ച സമയത്ത് പോസ്റ്റ്മാൻ എപ്പോൾ വരുമെന്ന് ആലോചിച്ച് പോസ്റ്റ്മാനെ കാത്ത് അവൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ദോപഹർക്കു പോസ്റ്റ്മാൻ ആയ. അങ്ങനെ ഉച്ചയായപ്പോൾ പോസ്റ്റ്മാൻ വന്നു. ബേബിക്ക് ആനയ്ക്ക് രാഹ് ദേക്കിനേലൊക്കെ. ബേബി വരുന്നതും നോക്കിയിട്ട് അയാൾ അവിടെ നിന്നു. ധീരെ ധീരെ ബേബി ആയി. മെല്ലെ മെല്ലെ ബേബി വന്നു. അവർ പുരാനെ അക്ബർ മേ ലിപ്റ്റ ഏക്ക് ബണ്ടൽ ലേക്കർ അഹാത്തേമേ ഗഡി ഹോ ഗയി. പഴയ ഒരു പത്രം കൊണ്ട് പൊതിഞ്ഞ ഒരു പൊതിയും എടുത്ത് അവൾ അവിടെ നിന്നു. ഹമേശാക്കി തരഹ് വഹ് മുസ്കരായ. എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ അവർ പുഞ്ചിരിച്ചു. അവർ പത്രം കാ ഗഡ്ഡ ഉസ്നെ ബേബിക്ക് ഹാത്മേ ദേ ദിയ. എന്നിട്ട് കത്തിൻ്റെ ആ ഒരു ഗണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരു കെട്ട് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ബേബിനെ ടോക്ക. ബേബി ചോദിച്ചു. അജി തുമ്നെ ഹോലി കാ ഉപഹാർ നെഹി മാങ്ക. നിങ്ങൾ ഹോളിയുടെ ഉപഹാരമൊന്നും ചോദിക്കുന്നില്ലേ? അത് ഹോളി എന്ന് പറഞ്ഞാൽ അവിടെ ഗിഫ്റ്റൊക്കെ പരസ്പരം കൊടുക്കും. അപ്പോൾ ചോദിക്കുകയാണ്, ഹോളിയുടെ ഗിഫ്റ്റൊന്നും ചോദിക്കുന്നില്ലേ? പോസ്റ്റ്മാനെ കഹ. അപ്പോൾ പോസ്റ്റ്മാൻ പറഞ്ഞു, മാങ്കൂങ്ക ബഹൻജി. ചോദിക്കും. സാഹബ് സെ ബേണ്ടി നെഹി ഹോ രഹി ഹേ. സാറിന് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കണ്ടുമുട്ടിയിട്ടില്ല. ബേണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. ये सुनते सुनते ബേബി ने പോസ്റ്റ്മാൻ കെ ഹാത്ത് മേ ജൂത്തേ കാ ബണ്ടൽ ദമാ ദിയ. അത് കേട്ടിട്ട് ബേബി എന്ത് ചെയ്തു? ആ പൊതി അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛരജ് സേ സപക് കർ ഉസ്നെ ബണ്ടൽ ഗോല. ആശ്ചര്യം കൊണ്ട് അയാൾ വളരെ സന്തോഷവാനായിട്ട് ആ പൊതി തുറന്നു. ഭീത്തർ ഏക്ക് ജോഡി സുന്ദർ ജൂത്തേ ദേ. ഉള്ളിൽ നല്ല ഭംഗിയുള്ള ഒരു ജോഡി ചെരുപ്പുണ്ടായിരുന്നു. പോസ്റ്റ്മാൻ മൻ ഹി മൻ കഹാവുട. അയാൾ മനസ്സിൽ പറഞ്ഞു, ഇസ് ബച്ചീനെ തോ മുജെ നംഗെ പയർ കോ ജൂത്തേ ദിയെ. ഈ പെൺകുട്ടി
എൻ്റെ നഗ്നമായ കാലുകൾക്ക് ചെരുപ്പ് തന്നു. ഉസ്കെ പൈർ നഹീം ഹേ, അവൾക്ക് കാലില്ല. വോ മേ കൈസേ ദേ സകൂങ്ക, അതെങ്ങനെ ഞാൻ തിരിച്ചു കൊടുക്കും. അപ്പോൾ പോസ്റ്റ്മാൻ ഒരുപാട് വിഷമമാണ് അപ്പോൾ തോന്നിയത് അല്ലേ. കാം ഖത്മ കർക്കെ വഹ് സീത പോസ്റ്റ് ഓഫീസ് ഗയ, അങ്ങനെ ജോലിയൊക്കെ തീർത്ത് അയാൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ബഡേ കാബു കെ ടേബിൾ കെ സാമനെ ജാക്കർ ബോല, പോസ്റ്റ് മാസ്റ്ററുടെ അടുത്ത് ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പറഞ്ഞു, സാഹബ് മേരി ലൈൻ ബദൽ ദീജിയെ, സാർ എൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ റൂട്ട്, എൻ്റെ റൂട്ട് ഒന്ന് മാറ്റി തരൂ. സിറ്റി മേ കहीं भी ബദൽ കർ ദീജിയെ, സിറ്റിയിൽ എവിടെയെങ്കിലും ഒന്ന് മാറ്റി തരൂ. അപ്പോൾ പോസ്റ്റ്മാന് ഈ ഒരു സംഭവം, ബേബി പോസ്റ്റ്മാന് ചെരുപ്പ് ഗിഫ്റ്റായി കൊടുത്തു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് എന്നെ മാറ്റൂ എന്ന് പറഞ്ഞത്. കാരണം അതെന്തുകൊണ്ടായിരിക്കും, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് കാലില്ലാത്ത ഒരു പെൺകുട്ടി, ഒരു പെൺകുട്ടി, നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി ചെരുപ്പില്ലാത്ത തൻ്റെ കാലുകൾ വേദനിക്കുന്നത് കണ്ടിട്ട് കാലില്ലാത്ത അവൾ ചെരുപ്പ് ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ തിരിച്ച് കാലില്ലാത്ത അവൾക്ക് ഒരു കാല് കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അയാൾക്ക് അത്രയും വിഷമം തോന്നിയത്. അപ്പോൾ ഗ്രാമത്തിലാവും ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികൾ ഉണ്ടാവും അല്ലേ. സിറ്റിയിൽ ചിലപ്പോൾ എല്ലാവരും ആരും തന്നെ റൂമിൽ ഇങ്ങനെ പോസ്റ്റ്മാനൊന്നും കാണുകയോ പുറത്ത് സംസാരിക്കുകയോ പുറത്ത് കാണുകയോ ഒന്നുമില്ല. അപ്പോൾ സിറ്റിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ളവരൊന്നും കാണില്ലല്ലോ, ഇത്രയും സങ്കടം അനുഭവിക്കില്ലല്ലോ എന്നുകൊണ്ടായിരിക്കാം പോസ്റ്റ്മാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ വളരെ നല്ല ഒരു സ്റ്റോറിയാണിത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണുക. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ലേറ്റായി അപ്ലോഡ് ചെയ്യാൻ. എന്തായാലും നിങ്ങൾ ഈ പാഠം ഇപ്പോൾ വിക്ടേഴ്സിൽ എടുത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് കാണുക. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്നോട് ഡൗട്ട് ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും നിങ്ങൾ വിദ്യാഭ്യാസ ന്യൂസുകളും അതുപോലെ ആക്ടിവിറ്റീസ്, ഫോക്കസ് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.